ഹലോ ഗൈസ്, വിനായക ചതുർത്ഥി ആയതുകൊണ്ട് അതിൻ്റെ പരിപാടിയിലാണ് രാവിലെ തന്നെ എല്ലാവരും. ഇവിടെ സാധാരണ കടലയും പായസവും കൊഴുക്കട്ടയാണ് ഉണ്ടാക്കാറ്. പക്ഷേ ഇന്ന് കടലയും പായസവും മാത്രമേ ഇവിടെ ഉണ്ടാക്കുന്നുള്ളൂ. അങ്ങനെ രാവിലെ തന്നെ കടല പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. കടലയ്ക്ക് ഇവിടെ സുണ്ടൽ എന്നാണ് പറയുന്നത്. അങ്ങനെ കടലയ്ക്ക് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളിയും പച്ചമുളകും ഒക്കെ റെഡിയാക്കുകയാണ്. അങ്ങനെ കടല പുഴുങ്ങി അത് മാറ്റി വെച്ചു. അതിനുശേഷം കുറച്ച് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ച് കൊച്ചുള്ളിയും പച്ചമുളകും കറിവേപ്പിലയും കൂടി ഇട്ട് മിക്സ് ചെയ്ത് അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും ഇട്ട് പുഴുങ്ങി മാറ്റി വെച്ചേക്കുന്ന കടലയും കൂടെ ഇട്ട് പിന്നെ സ്പൈസസിനായിട്ട് ഏതോ ഒരു മസാല എടുത്തിടും. അങ്ങനെ അതും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് തരും. നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അങ്ങനെ അത് റെഡിയായി. അതിനുശേഷം പിന്നെ ഇവർ പായസമാണ് ഉണ്ടാക്കുന്നത്. പക്ഷേ പായസം ഉണ്ടാക്കുന്നത് ഞാൻ കണ്ടിട്ടുമില്ല, വീഡിയോ എടുത്തിട്ടുമില്ല. ഇവിടെ ചെറിയ പരിപാടിയായിരുന്നെങ്കിലും നല്ല രസമായിരുന്നു. എല്ലാവരും വന്നു, ഹെൽപ്പ് ചെയ്തു. ക്രിസ്ത്യൻസോ മുസ്ലിംസോ അങ്ങനെയൊന്നും ഇല്ലാണ്ട് എല്ലാവരും ഒരേപോലെ നിന്നൊക്കെ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ കടലയും പായസമൊക്കെ റെഡിയായി. അതിനുശേഷം ഇതെന്ത് ഇലയാണെന്ന് മനസ്സിലായിട്ടില്ല. അങ്ങനെ അത് മടക്കിയിട്ട് അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ നൂല് കയറ്റിയിട്ട് ഇങ്ങനെ കോർത്ത് വെക്കണം. ഇത് നമുക്ക് ഗണപതിയുടെ ഫ്രണ്ടിൽ വെക്കാനുള്ളതാണ്. ഓരോ സ്ഥലത്തും ഓരോ ആചാരങ്ങളല്ലേ, പക്ഷേ ഇത് കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ആദ്യമായിട്ട് കാണുമ്പോൾ നല്ല രസമാണ്. അങ്ങനെ പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ ചന്ദനം എല്ലാം കൂടെ കുഴച്ച് വെച്ചിട്ട് അതിൻ്റെ മേളിൽ പുല്ല് കുറച്ചിങ്ങനെ കുത്തി കുത്തി വെച്ചിട്ട് പിന്നെ നമ്മൾ സിന്ദൂരമൊക്കെ വെച്ച് റെഡിയാക്കുന്നതാണ്. അതിനുശേഷം ഒരു വലിയ വാഴയിലയുടെ മേളിൽ ഗണപതിനെയൊക്കെ വെച്ചു. അതിനുശേഷം ആ ടേബിളൊക്കെ ഒന്ന് സെറ്റാക്കുവാണ്. ശരിക്കും ഇത് 11 മണിക്കുള്ള പരിപാടിയായിരുന്നു. എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്കും 11:30 ആയി. അങ്ങനെ എല്ലാവരെയൊക്കെ വിളിച്ച് പൂജിക്കാനൊക്കെ തുടങ്ങി. എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് പ്രാർത്ഥിച്ചു, ചന്ദനമൊക്കെ വെച്ചു. ലാസ്റ്റ് നമുക്ക് ഉണ്ടാക്കിയ കടലയും പായസമൊക്കെ തന്നു. അപ്പം ഇത്രയേ ഉള്ളൂ.